മഞ്ചേരിയിൽ നിന്ന് കുണ്ടോട്ടിയിലേക്കുള്ള ഒരു ബസ് യാത്രയിൽ നമ്മുടെ ഒരു പ്രാദേശിക വനിതാ സഖാവിനുണ്ടായ ഒരു അനുഭവമാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായ അനുഭവമാണ് ഇന്നത്തെ വീഡിയോക്ക് ആധാരം. അവരത് ഒരു വോയിസ് ക്ലിപ്പിലൂടെ പങ്കുവച്ചു. അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതടക്കം കോട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എന്താണ് ആ വീഡിയോ, അവരുടെ വോയിസ് എന്താണെന്നുള്ളത് ഞാൻ കേൾപ്പിക്കാം. മുസ്ലിം ലീഗ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളപ്രചരണം നടത്തിയതിന്റെ നിരവധിയായ തെളിവുകൾ പുറത്തു വന്നു. ഈ നിരവധി തെളിവുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്തു വന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ CCTV ക്യാമറയിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്യണം അവരറിയാതെ. ചില നിഷ്കളങ്കരായ ലീഗുകാർ ഷൂട്ട് ചെയ്തിട്ട് അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് നുണകൾ നമ്മൾ ഇപ്പോഴും പുറം ലോകം അറിയാതെ കിടക്കുന്നുണ്ടാവും. നമുക്കറിയാൻ മാർഗമില്ല. എന്തായാലും മുസ്ലിം ലീഗ് വ്യാപകമായി നുണ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗ് എപ്പോഴും മതത്തെ ചാരി നിൽക്കുന്നതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മതമാണ് പ്രശ്നം, അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി, അതാണ് ഞങ്ങളെ മനുഷ്യരാക്കിയത് എന്നൊക്കെ KM ഷാജി അടക്കമുള്ള ചില നേതാക്കന്മാർ ആവർത്തിച്ച് പറയാറുണ്ട്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനപരമായ ചില ആദർശങ്ങളുണ്ട്. ആ ധാർമ്മികത ചെറിയ ക്ലാസ്സിൽ തന്നെ മദ്രസകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പഴഞ്ചൊല്ലു രൂപത്തിൽ പഠിച്ച ഒരു ധാർമ്മികത ഇതാണ്: കളിയായാലും പൊളി പറയരുത്, തമാശക്ക് പോലും നുണ പറയരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച, അടിസ്ഥാനപരമായി അങ്ങനെ പഠിപ്പിച്ച ആ മതത്തിന്റെ വക്താക്കളാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മുസ്ലിം ലീഗുകാരാണ് ഈ വീട് കയറിയിട്ടും അല്ലാതെയും ഈ പച്ച നുണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചത്. മുസ്ലിം ലീഗിന് മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മതത്തിന്റെ ധാർമ്മികത, മതമാണ് പ്രശ്നം എന്നൊക്കെ മുസ്ലിം ലീഗ് പറയാറുള്ളത് എപ്പോഴാണ്? അത് അധികാരം കിട്ടാൻ, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതിനപ്പുറത്ത് മുസ്ലിം ലീഗിന് ഈ മതങ്ങളോടൊന്നും ഒരു പ്രതിബദ്ധതയുമില്ല. ഏറ്റവും വലിയ പാപങ്ങളായിട്ട് ഇസ്ലാം കൽപ്പിക്കുന്ന 7 പാപങ്ങളിൽ ഒന്നാണ് പലിശ, ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. നിരവധിയായ ഹദീസുകളും ഖുർആൻ സൂക്തങ്ങളുമുണ്ട്. 1ഉം 2ഉം പ്രമാണങ്ങളായിട്ട് കാണുന്നതാണ് ഖുർആനും ഹദീസുകളും. അതിൽ ഹദീസിൽ പറയുന്ന നിരവധിയായ ഹദീസുകളിൽ 2 എണ്ണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്ന്, 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് ചെറിയ രൂപത്തിൽ പലിശയുമായി ഇടപെടുന്നത് പോലും. എന്നാൽ രണ്ടാമത്തെ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: വ്യഭിചാരങ്ങളിൽ ഏറ്റവും മോശമായ, ഏറ്റവും വൃത്തിഹീനമായ ഒന്നാണല്ലോ ഒരാൾ തന്റെ മാതാവുമായി ലൈംഗിക ബന്ധം പുലർത്തുക എന്നുള്ളത്. പലിശയെ 70 ഇനങ്ങളാക്കി തിരിച്ചാൽ അതിൽ ഏറ്റവും നിസ്സാരമായ പലിശ പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് എന്ന് പ്രവാചക വചനങ്ങളിൽ കാണാം. ഞാനിപ്പോൾ വായിച്ച CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഇറക്കിയ ഏതെങ്കിലും ലേഖനമല്ല. ഇസ്ലാമിന്റെ 2ാം പ്രമാണമായ ഹദീസിലാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് പലിശ എന്നുള്ളത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന്. നോക്കൂ, മുസ്ലിം ലീഗ് മലപ്പുറം MDC ബാങ്ക് അടക്കമുള്ള മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ ബാങ്കുകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മലബാറിലൊക്കെയുള്ള നിരവധിയായ ബാങ്കുകളും മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. ഒരു ബാങ്കും ലീഗിനോട് പോയിട്ട്, പാണക്കാട്ട് തങ്ങളോട് പോയിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്ന് ഭരിക്കൂ, CH സെന്ററിൽ പോയിട്ട് ഞങ്ങളൊന്ന് ഭരിക്കൂ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ബാങ്കുകളിലേക്ക് പച്ചക്കൊടിയും പിടിച്ച് പോയി നോമിനേഷൻ കൊടുത്ത് അവിടെ മത്സരിച്ച് ജയിച്ച് അവിടുത്തെ ഡയറക്ടർമാരും പ്രസിഡന്റുമാരുമായത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിന്റെ താല്പര്യമാണ്. ഇതൊരു പലിശ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ടും ആ പലിശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മതമെന്നും ആ മതമാണ് എനിക്ക് വലിയ പ്രശ്നമെന്നും ആവർത്തിച്ച് പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗിന് ഒരു പ്രശ്നവുമില്ല ഈ പലിശ സ്ഥാപനം ഭരിക്കാൻ. ഇതാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അതിനപ്പുറത്ത് ഈ മതത്തോട് ഒരു മുഹബത്ത് മുസ്ലിം ലീഗിനില്ല. നിരവധിയായ ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വ്യാപകമായിട്ട് നുണ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടില് ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആ ബന്ധുവായിട്ടുള്ള അദ്ദേഹത്തിന് ബന്ധു എന്നുള്ള നിലയ്ക്കല്ലാതെ എന്നെ അറിയാം. അപ്പോൾ ഞാനൊരു യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ SIR ഫോം എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് പറയാണ്, ഇത് യഥാർത്ഥത്തിൽ മോദി നടപ്പിലാക്കുന്നതാണോ പിണറായി നടപ്പിലാക്കുന്നത്? ഞാൻ പറഞ്ഞത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് പുറത്തിറക്കുന്നത്. ഇതിലെ സംഘപരിവാർ ഗവൺമെന്റിന് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നാളിതുവരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള അനുഭവങ്ങളിലൊക്കെ മനസ്സിലാക്കിയത് എന്ന് മൂപ്പരോട് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാൻ, ഇത് പിണറായിയുടെ പദ്ധതിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇത് മോദിയുടെ പരിപാടിയാണെങ്കിൽ ഈ ഫോം ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആകും, ഇത് മലയാളത്തിലാണ്, ഇത് പിണറായിയുടെ പരിപാടിയാണ്. ഞാൻ ചോദിച്ചു, ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? ഇവിടെ വോട്ട് ചെയ്യിക്കാൻ ഇടതുപക്ഷക്കാർ മാത്രമല്ലല്ലോ വരിക, ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ വരുമല്ലോ. അവിടെ ഒരു ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അവിടെ പോയിട്ട് ലീഗുകാർ പറഞ്ഞു കൊടുത്തുള്ള എന്താണ്? ഇത് പിണറായിയുടെ പരിപാടിയാണെന്ന് പറഞ്ഞു. ലീഗിന് അറിയാനിട്ടല്ല ഇത് ആരുടെ പദ്ധതിയാണ്. പക്ഷെ മോദിയെ കുറ്റപ്പെടുത്താനല്ല, പകരം ഇവിടെ പിണറായിയെ കുറ്റപ്പെടുത്തിയാലേ അടുത്ത തവണ ലീഗിന് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രശ്നം മോദിക്ക് എതിരായിട്ടല്ല, പിണറായിക്കെതിരായിട്ട് പറയാൻ
പച്ചക്ക് നുണ പറയുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, മതവും ലീഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മതം ചെയ്യരുത് എന്ന് കൽപ്പിച്ചത് മാത്രമേ ലീഗ് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീക്കുണ്ടായ അനുഭവം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്നാലും ഞാൻ ഒരു ബസ് യാത്രക്കിടെ ഒരു ബസ്സിൽ ഒരു സ്ത്രീ മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ്റെ സ്റ്റിച്ച് എടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ ഇടപെടാൻ കാര്യം ബസ്സിലെ കണ്ടക്ടറും അവരും കൂടി ചെറിയൊരു വാക്തർക്കുണ്ടായി. അവർ ഇരിക്കാൻ സമ്മതിക്കില്ല. കോഴിക്കോട് ബസ്സാണ്. ആ ബസ്സിൽ ഫുള്ള് ആൾക്കാർ കയറി കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട്ടിലുള്ള ആൾക്കാർ കയറി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ കയറ്റുള്ളൂ. അപ്പം ഞാൻ ആ സ്ത്രീനെ പിന്നെ അപ്പം കണ്ടക്ടറോട് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് അതിനെ ആ സീറ്റിൽ കൊണ്ടേ ഇരുത്തി. അങ്ങനെ വർത്താനം പറഞ്ഞ്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, എന്താ എന്തേനി അസുഖം എന്നൊക്കെ. അസുഖം പറഞ്ഞ് എട്ടീസ് ഹോസ്പിറ്റലിൽ കിടന്നു, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കിടന്നു, സ്റ്റിച്ച് എടുക്കാൻ വന്നതിന് എടുത്ത് വരികയാണ്. പാവപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു, ഉച്ചക്ക് എൻ്റെ കിട്ടിയിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉച്ചക്ക് എന്നും ചോറ് കിട്ടും, നല്ല ചോറാണ്, നല്ല നല്ല ചോറും കറിയും ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടാവാറുണ്ട്. പല ദിവസം മീൻ പൊരിച്ചതും ഇറച്ചി വരട്ടിയതും ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സന്തോഷം. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചത് തന്നവർക്ക്. അപ്പോൾ ആരാ അത് തന്നത്, ആരാണ് കൊടുക്കുന്നത്, ആരാ തന്നതൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു വിവരമില്ല. ആരോ അറിയില്ല, ആരോ ആൾക്കാർ കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ ചോദിച്ചു. ആ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ഇപ്പോൾ 2000. അതുവരെ അതിൻ്റെ മുന്നേ എത്ര നിങ്ങൾ വാങ്ങിയത്? 1500. അപ്പോൾ 1600 അതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അടുത്ത മാസമല്ല അതിൻ്റെ പിറ്റത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് 500 കൂടി കിട്ടും, 2500. അപ്പം ആ സ്ത്രീ എന്നോടൊരു കാര്യം പറയുന്നുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പം എന്നോട് ആ സ്ത്രീ പറഞ്ഞ്, എനിക്ക് അതൊക്കെ തരണേ എന്തിനാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നോട് ചോദിക്കുക. അതൊക്കെ തന്ന് സോപ്പിട്ടുകാണ്ട് നമ്മളിവിടുന്ന് പറഞ്ഞേക്കാനാണ്. അതിനല്ല നമ്മളൊരു ഫോറം തന്നീല് പിണറായി. ആ ഫോറത്തിൽ എല്ലാവരും ഒപ്പിട്ട് കൊടുത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാം. അതിപ്പോൾ ഈ പെൻഷനൊക്കെ നമുക്ക് കൂട്ടി തന്നുകാണ്ട് നമ്മളെ സോപ്പിട്ട് തന്നിട്ട് നമ്മൾ പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന് പറയും. അപ്പം ഞാൻ അതിനോട് ചോദിച്ചു, ആരാ നിങ്ങളോട് ഇത് ഈ കാര്യം പറഞ്ഞത് ചോദിച്ചു. അപ്പം അതിപ്പം അവിടെ ഇപ്പം നമുക്കൊരു വോട്ട് നടന്നില്ലേ, അതിൽ ഞങ്ങളോട് വന്നുകൊണ്ട് വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നാണ്, എല്ലാ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. അപ്പം നമ്മൾ ഇനി എന്താണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എല്ലാവരും പോകേണ്ടി വരും, എവിടേക്കാ നമ്മൾ പോവുകയല്ലേ ഒക്കെ എന്നോട് ചോദിച്ചു. അതിൽ ഞാൻ അതിനെ ഇരുത്തി ക്ലാസ് കൊടുത്തു. അതിനെ കൊണ്ടോട്ടിക്കാണ് ടിക്കറ്റ് എടുത്ത്, ഞാനും കൊണ്ടോട്ടിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുവരെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത്. അപ്പം അതിന് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞപ്പോൾ എന്താ പറയുക, ഞാൻ അതിന് വേണ്ടി സംസാരിച്ചല്ലോ ആദ്യം. അപ്പം അതുകൊണ്ട് അതിനോടൊരു പ്രത്യേകത, ഇങ്ങനെയാണില്ലേ, എന്നാ ഐറ്റങ്ങൾ ഞങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നോണ പറഞ്ഞാലേ അപ്പോൾ ചോദിച്ചു. അപ്പം ഞാനത് പറഞ്ഞു, അതാണ് ഇവരെ പരിപാടി ഇങ്ങനെയൊക്കെ. അങ്ങനെ ഓരോ കാര്യം, ബാബരി മസ്ജിദ് പൊളിച്ചു അന്ന് മുതലുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം അതിന് ശരിക്കും ബോധ്യപ്പെടുത്തും. ഇതിൽ നിന്ന് എന്താ ഒരു കാര്യം മനസ്സിലായത് അറിയോ, ഈ പഞ്ചായത്ത് ഇലക്ഷനിലും മുനിസിപ്പൽ ഇലക്ഷനിലൊക്കെ ഇതാണ് ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞ് ഈ വോട്ട് വാങ്ങിയത്. ഇത് നമ്മൾ കാണാതെ പോയി. ഇപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും തിരുത്തി കൊടുക്കണില്ല. നമ്മളൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ കാര്യങ്ങളാ പറയണ്ടേ. ഇവരിങ്ങനെ പച്ച എന്നാണ് ഓരോ വീട്ടിലും മുസ്ലിം ലീഗുകാർ കയറി പറഞ്ഞിട്ടുണ്ട്. അത് ആ മുക്കൂട്ടിൽ കൊണ്ടോട്ടി, ആ മുക്കൂട്ടിൽ എവിടെയുള്ള ഒരു സ്ത്രീയാണ്, പച്ച സാധു. ഒന്നും ഇവർ പറഞ്ഞു കൊടുത്ത് അപ്പടി വിശ്വസിക്കുക. അതിനെ കൗണ്ടർ ചെയ്ത് നമ്മളാൾക്കാർ ആ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ജയം. അല്ലാതെ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ. അതല്ല, നമ്മൾക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയണില്ല. അത് മൊത്തം അങ്ങനെ ആയിപ്പോയി. കൗണ്ടർ ചെയ്യാൻ കഴിയുന്നിടത്തൊക്കെ വാർഡിൽ ജയിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഈ നമ്മളെ സഹാക്കള ഗ്രൂപ്പിൽ നിന്ന് പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ്. ഇതാണ് മുസ്ലിം ലീഗിന്റെ അവസ്ഥ. പച്ചക്ക് നുണ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് മതവുമായിട്ട് ഒരു കുലബന്ധവുമില്ല. മതം ഏറ്റവും വലിയ പാപമാണെന്നുള്ള കാര്യം ലീഗിന്റെ പച്ചക്കൊടിയും പിടിച്ച് ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ഈ കപടമുഖം മുസ്ലിം ലീഗിലെ നിഷ്കളങ്കരായ അണികളെങ്കിലും മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.